തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 പതിറ്റാണ്ടിൽ ഏറ്റവും മികച്ച വിജയം നേടി UDF. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. DJ സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ടീം UDF. അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. LDFന്റെ അടിത്തള ഇറക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും UDF. അത് UDF ക്യാമ്പയിന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ല. ഇന്ന് നടക്കാൻ പോകുന്നത് ഭവ്യ, ഈ UDFന് ഈ വോട്ടെടുപ്പിൻ്റെ കണക്കെടുപ്പും ഇനി അങ്ങോട്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നേതൃത്വങ്ങൾ അധികാരത്തിലേക്കാനുള്ള നീക്കവുമാണ്. ഇന്നത്തെ ഒരു പകൽ ദിനം നിർണായകമാണ്. കാരണം ഈ കണക്കെടുപ്പാണ് ഇന്നിനി പുറത്തു പറയാനുള്ളത്. ഇന്നലെ വോട്ടെടുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നതിന് ശേഷം വോട്ടിംഗ് ശതമാനം, ഓരോ മുന്നണികൾക്കും ഓരോ പാർട്ടികൾക്കും കിട്ടിയ വോട്ട് ശതമാനം എത്ര എന്ന കണക്കെടുപ്പുണ്ട്. ഒരുപക്ഷേ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നണി നേതൃത്വങ്ങൾ, പാർട്ടികളൊക്കെ വിലയിരുത്തലുകളിലേക്ക് കടക്കുക. ഏത് രീതിയിലാണ് തങ്ങൾക്ക് ഈ കണക്കുകൾ, ഏത് മേഖലകളിലാണ് തിരിച്ചടി ഉണ്ടായത് എന്ന കണക്കെടുപ്പിലേക്കും പോവുക. UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചുവരവുള്ള അവസരം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുക്കാൻ കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നീക്കം കൂടിയാണ് അവർക്ക് മുന്നിലുണ്ടാവുന്നത്. അതുകൊണ്ട് അതിൻ്റെ തുടർ നീക്കങ്ങൾ ഇതിനകം തന്നെ UDF ക്യാമ്പിൽ പ്രകടമായി കഴിഞ്ഞു. പോയവരൊക്കെ മടങ്ങി വരണമെന്ന ഒരു നിലപാട് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, KPC പ്രസിഡന്റ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതായത് ജോസ് കെ മാണി അടക്കമുള്ള കക്ഷികളെ തിരികെ വരിക എന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിൽ നിന്ന് കാണാനാവുന്നത്. പക്ഷേ ജോസ് കെ മാണിക്ക് ഇന്നലെ അതിനോട് അനുകൂലമായ പ്രതികരണമല്ല നടത്തിയത്. പക്ഷേ കോൺഗ്രസ് വീണ്ടും ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നു എന്നതാണ് സാഹചര്യം. അത്തരത്തിൽ മുന്നണി മാറ്റ സാധ്യതയ്ക്ക് പോലും ഇടം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഏറ്റവും ആകാംക്ഷയുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം, ഒപ്പം കൊച്ചി, തൃശ്ശൂർ അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ആരാവും മേയർ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ഗ്ലാമർ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആരാകുമെന്ന ചോദ്യമാണ്. BJP കേന്ദ്രങ്ങൾ 2-3 പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. VV രാജേഷ്, R ശ്രീലേഖ, ഒപ്പം തന്നെ MR ഗോപൻ. ഈ 3 സാധ്യതകൾ പൊതുവിൽ BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും സാധ്യത VV രാജേഷിന് അല്ലെങ്കിൽ R ശ്രീലേഖ എന്ന പേരുകൾക്ക് തന്നെയാണ്. അതേസമയം കൊച്ചിയിലേക്ക് എന്നുമ്പോൾ കൊച്ചിയിൽ UDFന് വലിയ മജോറിറ്റിയാണ്. ആ മജോറിറ്റിയിൽ അവർക്കും അവിടെ മേയർ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചില പേരുകൾ അവിടെയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തൃശ്ശൂരും കോൺഗ്രസിന് വലിയ മജോറിറ്റി ഉണ്ട്. അവിടെയും പുതിയ സാധ്യതകളിലേക്ക് ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ഇന്ന് ഈ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരാവണം മേയർ എന്ന ചർച്ചകളിലേക്ക് തന്നെ നേതൃത്വം കടന്നു കഴിഞ്ഞു. BJPക്കിടയിൽ ആ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം BJPക്ക് വലിയ സാധ്യതയും അവസരവുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് BJP ക്യാമ്പുകളും നടന്നു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ പുറത്തു വന്ന വോട്ടെണ്ണലിന് ശേഷം ഇന്നലെ പുറത്തു വന്ന ഫലങ്ങൾ, ആ ഫലങ്ങളുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളിലേക്കും തന്നെ കിടക്കുകയാണ്. അതായത് സജിത്ത്, ഇനി അങ്ങോട്ട് ഉള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായും ഒരു ഇഴകീറിയുള്ള പരിശോധന തന്നെയായിരിക്കും ഉണ്ടാവുക. എവിടെയാണ് LDFന് പിഴച്ചത്, എന്താണ് UDFന് നേട്ടമായത്, BJPയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ള ഇഴകീറിയൊരു പരിശോധനയ്ക്ക് തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാവുക, അല്ലേ? സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മുന്നണി നേതൃത്വങ്ങൾ, പാർട്ടി നേതൃത്വങ്ങൾ ചെയ്യുന്ന പരിശോധന അങ്ങനെ തന്നെയാണ്. ആ നീക്കത്തിലേക്ക് തന്നെയായിരിക്കും അവർ കടക്കുക. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ സാഹചര്യം എന്താണ്? ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നലെ മുഖ്യമന്ത്രി രാത്രി വൈകിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറയുന്നു, ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ നൽകിയതാണ്. പക്ഷേ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായെന്ന കാര്യം പരിശോധിക്കും. അത് ഇടത് ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ തന്നെ ആ ഒരു പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്കുണ്ടായത്. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് അവരും പരിശോധിക്കുന്നത്. ഇടത് ക്യാമ്പിൽ ചില ഭിന്നതകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കാര്യങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാവും. ഇന്നു മുതൽ CPMൻ്റെ നേതൃയോഗങ്ങൾ കൂടി ആരംഭിക്കുകയാണ്. ഈ നേതൃയോഗങ്ങളിൽ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാവും. ഒപ്പം തന്നെ സ്വാഭാവികമായും നടത്താറുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ പൊതുപരിശോധനകളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. കോൺഗ്രസ് ക്യാമ്പും നേതൃയോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭയിലേക്ക് വേഗത്തിൽ ഒരുങ്ങാനുള്ള അവസരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കും എന്ന നിലപാട് എന്ന പ്രഖ്യാപനം VD സതീശൻ പ്രതിപക്ഷ നേതാവും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ തരത്തിലും അനുകൂല ഘടകം എന്നതാണ് UDFൻ്റെയും വിലയിരുത്തൽ. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്നോട്ട് പോയതിനു ശേഷമുള്ള മടങ്ങിവരവാണ്. സംസ്ഥാനത്ത് ഈ ബൈ ഇലക്ഷനുകളിൽ വിജയമുണ്ടായിട്ടുണ്ട്, പാർലമെൻറ്റുകളിൽ വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും കേരള രാഷ്ട്രീയം സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു മുഴുനീള തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായിട്ടാണ് ഒരു
ഒരു വിജയം കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ഭരണത്തിലില്ലാത്ത UDF-നെ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയം തങ്ങൾക്കൊപ്പമാണ്, തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കാണ് വിജയം കണ്ടത് എന്നൊരു ആത്മവിശ്വാസം UDF ക്യാമ്പുകൾക്ക് പൊതുവിലുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലും അത് പ്രകടമായിട്ടുണ്ട്. അങ്ങനെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ UDF-ന് വലിയ ആശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയം കൂടിയാണിത്. അതേസമയം CPM-നെ സംബന്ധിച്ച് ഈ തിരിച്ചടിയുടെ കാരണപരിശോധനകൾ ഉണ്ടാവും. BJP-യും സമഗ്ര പരിശോധനകൾക്കാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പുറത്തേക്ക് BJP-ക്ക് സംസ്ഥാനത്ത് എത്ര കണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ കണക്കെടുപ്പുകൾ ഒരുപക്ഷെ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും BJP-ക്ക് ഭരണം നഷ്ടമായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒപ്പം മധ്യകേരളത്തിൻ്റെ ചിലയിടങ്ങളിലുണ്ടായ തിരിച്ചടി, അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുക. ഇക്കാര്യങ്ങളിലൊക്കെ BJP-യും കടക്കുകയും ചെയ്യും. എന്തായാലും കണക്കെടുപ്പിൽ ആർക്കൊപ്പം എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ സംസ്ഥാനത്ത് BJP-ക്ക് 25% വോട്ട് വിഹിതം എന്ന കണക്കെടുപ്പിലേക്ക് BJP-ക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ കക്ഷികൾക്കും കിട്ടിയ വോട്ട് ശതമാനത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുക. ഇന്നും നാളെയുമായി കണക്കുകൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സജിത്ത്, അതേപോലെ തന്നെ ഇന്നലെ ഉയർന്നു വന്ന 2 പ്രധാനപ്പെട്ട വിവാദങ്ങളാണ്. അതിലൊന്ന് മണിയാശാൻ എന്ന് വിളിക്കുന്ന MM മണിയുടെ പ്രസ്താവനയാണ്. വിവാദ പരാമർശം തന്നെയാണ്. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം പണി തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്വാഭാവികമായും ഇന്നലെ തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സ്വാഭാവികമായും പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലടക്കം വലിയ വിഴുപ്പാലകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെയുള്ള വിമർശനങ്ങളടക്കം ഇടത് ക്യാമ്പിൽ നിന്ന് തന്നെ വന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമല്ലേ? ഇന്നലെ MM മണി നടത്തിയ പരാമർശം വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാട് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് വിമർശന വിധേയമായി ഇന്നലെ ഉയർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഈ നിലപാട് തള്ളുകയും ചെയ്തു. MM മണിയുടെ സ്വാഭാവിക പ്രതികരണം അല്ലെങ്കിൽ MM മണിയുടെ മുൻകാലങ്ങളിലുള്ള പ്രതികരണത്തോട് ചേർന്ന് പോകുന്നത് അതിനപ്പുറം അത് വിവാദമാക്കേണ്ടത് പറയുന്നുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങളിൽ പൊതുസമൂഹങ്ങളിൽ വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കും ആ പ്രസ്താവന എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ കണ്ണൂരിൽ നടന്ന ചില സംഭവങ്ങൾ കൂടി മറ്റൊരു തെളിവാണ്. കണ്ണൂർ കോഴിക്കോട് മേഖലകളിൽ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം UDF പ്രവർത്തകർക്ക് അവിടുത്തെ UDF-ൽ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന UDF പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയ CPM പ്രവർത്തകരുടെ നടപടി വലിയ തരത്തിലുള്ള വിമർശന വിധേയമായിട്ടുണ്ട്. അതും സ്വാഭാവികമായും ചർച്ചയാക്കപ്പെടുന്ന കാര്യമാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില തർക്കങ്ങൾ പുറത്തു വന്നത്. ഇന്നലെ ഗായത്രി ബാബു എന്ന കൗൺസിലറാണ് വഞ്ചിയൂർ ബാബു, ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വഞ്ചിയൂർ ബാബുവിൻ്റെ മകൾ കൂടിയാണ്. ഗായത്രി ബാബുവാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ചില പറ്റുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഗായത്രി ബാബു ആ പോസ്റ്റ് പിൻവലിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാവുന്നത് CPM-നകത്ത് നിൽക്കുന്ന തർക്കങ്ങളും വിവാദങ്ങളുമാണ്. അതായത് കോർപ്പറേഷനെ തോൽവി CPM-ൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. എവിടെയാണ് പിഴച്ചത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് ഉറപ്പാണ്. PG സജിത്താണ് വിശദ വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിൽ UDF തരംഗം. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും UDF തൂത്തുവാരിയപ്പോൾ LDF-ന് കനത്ത തിരിച്ചടി. 17 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 15ഉം UDF സ്വന്തമാക്കി. അതേസമയം വിജയത്തിനിടയിലും UDF-ന് ഞെട്ടലായി പ്രമുഖരുടെ തോൽവി. വയനാട് ജില്ലയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയക്കൊടി പാറിച്ചു. ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 15ലും UDF വിജയിച്ചപ്പോൾ 2 ഡിവിഷനുകൾ മാത്രമാണ് LDF-ന് ലഭിച്ചത്. കഴിഞ്ഞ തവണ 16 ഡിവിഷനുകളിൽ LDF-നും UDF-നും 8 വീതം സീറ്റുകളായിരുന്നു ലഭിച്ചിരുന്നത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയായിരുന്നു UDF അധികാരത്തിൽ വന്നത്. എന്നാൽ ഇത്തവണ LDF-ന് 2 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വയനാട്ടിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4ലും UDF വിജയിച്ചു. മുനിസിപ്പാലിറ്റികളിൽ മാനന്തവാടി, ബത്തേരി എന്നിവ UDF നേടിയപ്പോൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കാനായി എന്നത് LDF-ന് ആശ്വാസമായി. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ BJP അക്കൗണ്ട് തുറന്നു എന്നതും പ്രത്യേകതയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയിലും 1 ഡിവിഷൻ BJP-ക്കാണ്. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 15 UDF നേടിയപ്പോൾ 6 പഞ്ചായത്തുകളാണ് LDF-ന് ലഭിച്ചത്. 2 പഞ്ചായത്തുകൾ LDF-ഉം UDF-ഉം പങ്കിട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന UDF-ലെ സംഷാദ് മരക്കാർ വിമത സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടത് UDF-ന് ഏറ്റ പ്രഹരമാണ്. സംഷാദ് മരക്കാർ മുൻ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റും DCC സെക്രട്ടറിയുമായിരുന്ന KE വിനയൻ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ LDF-ലെ TK രമേശ്, ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന LDF-ലെ അസൈനാർ, KICU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് തുടങ്ങിയവരാണ് പരാജയപ്പെട്ട ജില്ലയിലെ പ്രമുഖർ.
ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കാൽ നൂറ്റാണ്ടിന് ശേഷം കൊല്ലം തിരിച്ചുപിടിച്ച UDF. ഇടത് കോട്ടയായ കൊല്ലം കോർപ്പറേഷൻ കൈവിട്ടു പോയതോടെ LDF കേന്ദ്രങ്ങളിൽ കൊണ്ടുപിടിച്ച പരിശോധനകളാണ് നടക്കുന്നത്. തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരം മാത്രമാണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ബിനീഷ് കൊട്ടാരക്കരയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനീഷ്, നമുക്കറിയാം കോർപ്പറേഷനുകളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനിറങ്ങിയത്. 6 കോർപ്പറേഷനിൽ 4 UDF പിടിച്ചിരിക്കുന്നു. അതിൽ UDFന് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നത് കൊല്ലത്തെ ഉജ്ജ്വല വിജയം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ അല്ലെങ്കിൽ ഇടതു ഭരണത്തെ അവസാനിപ്പിക്കാൻ കൊല്ലം ജനതയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? തീർച്ചയായും ഭവ്യ, കൊല്ലം ജില്ലയിലെ LDFന് ജില്ലാ പഞ്ചായത്ത് ഒഴികെ മറ്റിടങ്ങളിലെല്ലാം ഭരണം നഷ്ടമായ സാഹചര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്. ജില്ലയിലെ നഗരങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലുമെല്ലാം ഇടത് കോട്ടകളിൽ വലിയ വിള്ളലാണ് സംഭവിച്ചിരിക്കുന്നത്. UDFന്റെ വലിയ മുന്നേറ്റം കാണാനുമായി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തിയെങ്കിലും 3 സീറ്റ് ഉണ്ടായിരുന്ന UDF അത് 10 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ജില്ലയിൽ 4 നഗരസഭകളാണ് ഭവ്യ ഉള്ളത്. ഇടതിന് സ്വാധീനമുണ്ടായിരുന്ന കരുനാഗപ്പള്ളി നഗരസഭ UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDF ഭരിച്ചിരുന്ന പരവൂർ നഗരസഭ ഇത്തവണ LDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ കരുനാഗപ്പള്ളി നഗരസഭയെ കുറിച്ച് നമുക്കറിയാം, ഇടത് കോട്ടയായിരുന്നു. അവിടെ ഉണ്ടായ വിഭാഗീയ പ്രശ്നങ്ങൾക്ക് തന്നെയാണ് ഇടതിന് ഭരണം നഷ്ടമാകാൻ ഇടയായത്. അതുപോലെ തന്നെ UDF കഴിഞ്ഞ ദിവസം തോസിട്ടായിരുന്നു ആ ഭരണം പരവൂർ നഗരസഭയിൽ ഭരണം നേടിയത്. ഇപ്പോൾ അത് LDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 3 ഇടങ്ങളിൽ LDF ഒരിടത്തും UDF ഭരണം പിടിച്ചെടുത്ത സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് നമുക്ക് ജില്ലയിലുള്ളത്. ഇതിൽ 7 ഇടത്ത് LDFും 3 ഇടത്ത് UDFുമാണ് വിജയിച്ചത്. ഒരിടത്ത് സമനിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഒരിടത്ത് മാത്രം വിജയിച്ച ജില്ലയിലാണ് UDF 3 ഇടത്ത് വിജയിച്ചത്. അതും വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് വരാം. 68 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. 32 എണ്ണമാണ് ഇത്തവണ UDF നേടിയത്. LDF 34 നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയും 2 സീറ്റുകൾ നേടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2020 LDF 44 സീറ്റുകൾ നേടി തിളങ്ങിയപ്പോഴാണ് UDFന് 18 സീറ്റ് മാത്രമേ അന്ന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ആ സ്ഥലത്താണ് ഇപ്പോൾ 33 സീറ്റ് നേടി UDF വലിയൊരു മുന്നേറ്റം കുറിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ NDAയ്ക്കും ജില്ലയിൽ വലിയ മുന്നേറ്റമാണ്. പല സ്ഥലങ്ങളിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലടക്കം NDA അക്കൗണ്ട് തുറന്നു. അതുപോലെ തന്നെ ഇടതിന്റെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കടക്കൽ ഭാഗങ്ങളിൽ ഒരു വാർഡിൽ NDA വിജയിച്ചു. അത് വലിയ ഒരു മുന്നേറ്റത്തിന് തുടക്കമായിട്ടാണ് NDA കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ UDFന് വലിയ മുന്നേറ്റം, NDAയ്ക്കും അതുപോലെ മുന്നേറ്റം, LDFന് വലിയൊരു തകർച്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതാണ് നമുക്കറിയാം കൊല്ലം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് ബിനീഷ ഇത്തരത്തിൽ UDFന് സ്വന്തമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുണ്ടാവുക ആരായിരിക്കും മേയർ എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കും. അതേസമയം തന്നെ എന്താണ് സംഭവിച്ചത് അതാണ് പ്രധാനമായും ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടകീറുള്ള ഒരു പരിശോധനയ്ക്ക് ആയിരിക്കും പ്രത്യേകിച്ചും LDF അടക്കം തിടുക്കം കൂട്ടുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ഇന്നലെ തന്നെ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഈ പരാജയ കാരണം, എവിടെയാണ് പരാജയം സംഭവിക്കാനിടയായ സാഹചര്യം, ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവർ ചർച്ച ചെയ്യും. തുടർ പ്രവർത്തനങ്ങൾ സജീവമാകും എന്നൊക്കെയാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് UDFന്റെ ജയിച്ച സ്ഥാനാർത്ഥികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ എന്തായാലും അവരും മുന്നണികൾ ഇനിയും സജീവമാകാനുള്ള വലിയൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കോർപ്പറേഷൻ ഭരണം UDFന്റെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു. അത് ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായ ഒരു സംഭവമാണ്. അത് തുടർന്നുള്ള ഭരണ നേട്ടത്തിനെല്ലാം തുടർച്ചയ്ക്കെല്ലാം ഒരു വലിയ ഒരു കരുത്തായിട്ട് തന്നെയാണ് കാണുന്നതും. എന്തായാലും LDF കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു തകർച്ച അതെന്താണ് സംഭവിച്ചത്? കരുനാഗപ്പള്ളിയിലടക്കം വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്നും കുറെ പേർ പൊഴിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ മലയോര മേഖലയായ കടക്കൽ ചിത്ര മേഖലകളിൽ ഇത്തരം പാർട്ടിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒരുപാട് പേർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം, ഇതെല്ലാം മന്ത്രിമാരുടെ മണ്ഡലത്തിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പത്തനാപുരത്ത് സമാനമായ സ്ഥിതി ഉണ്ടാകുന്നു. ആ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ഒരു ഭരണ തകർച്ചയിലേക്ക് എത്തുന്നു. ഇതെല്ലാം വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണുന്നത്. വരുന്ന ആളുകളിൽ ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.
4 മാസത്തിനിപ്പുറം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആത്മവിശ്വാസം പകരുന്ന ജയം. 3ാം ഭരണം പ്രതീക്ഷിച്ച ഇടതുമുന്നണിക്കേറ്റടി. തലസ്ഥാന നഗരത്തിൽ താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ BJPയും രാജീവ് ചന്ദ്രശേഖറും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു വിലയിരുത്തുന്നു. അതിലേക്ക് പിണറായി വിജയൻ എന്ന പാർട്ടിയിലും സർക്കാരിലും സർവശക്തനായ നേതാവിൻ്റെ തീരുമാനങ്ങളും കണക്കുകൂട്ടലുകളും തെറ്റില്ലെന്ന CPM ആത്മവിശ്വാസത്തിനേറ്റാടി. പ്രബല മതസമുദായ നേതാക്കൾ വ്യക്തിപരമായി ശത്രുപക്ഷത്ത് നിർത്തുകയും പതിവ് കോൺഗ്രസ് ശൈലി വിട്ട നിലപാടുകളുടെ പേരിൽ പാർട്ടി നേതാക്കളുടെ എതിർപ്പ് നേരിടുകയും ചെയ്യുന്ന VD സതീശൻ കരുത്തുകാട്ടിയ തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയം കൊണ്ട് മാത്രം പാർട്ടിക്കുള്ളിലെ എതിർചേരി നേതാക്കളെ നിശബ്ദരാക്കി തൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച രാജീവ് ചന്ദ്രശേഖർ. 3 മുന്നണികളെയും നയിച്ച ഈ 3 നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന അടയാളപ്പെടുത്തലുകൾ. ഇനി മുന്നണികളിലേക്ക് വന്നാൽ 4 മാസത്തിനപ്പുറം നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആത്മവിശ്വാസം പകരുന്ന ജയം. 3ാം ഭരണം പ്രതീക്ഷിച്ച ഇടതുമുന്നണിക്കേറ്റ ആഘാതം. തലസ്ഥാന നഗരത്തിൽ താമര വിരിയിച്ച ആത്മവിശ്വാസത്തിൽ BJP. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ പ്രാഥമികമായി ഇങ്ങനെയാണ് വിലയിരുത്താനാവുക. UDF ജയം എന്നതിനപ്പുറം ഇടതു ഭരണത്തിനെതിരായ ജനവികാരം എന്നുകൂടി ഈ ജയത്തെ വായിക്കേണ്ടി വരും. 3ാം ഭരണമെന്ന പ്രതീക്ഷ നടപ്പാകണമെങ്കിൽ വരുന്ന 4 മാസത്തിനുള്ളിൽ CPMും സർക്കാരും വലിയ തിരുത്തൽ വരുത്തേണ്ടി വരുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഫലം. കൂടുതൽ പേർക്ക് കൂടുതൽ തുക ക്ഷേമ പെൻഷൻ നൽകിയതുകൊണ്ട് മാത്രം വിജയം ഉറപ്പിക്കാനാവില്ല എന്നുകൂടി ഇടതുമുന്നണിയെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6 കോർപ്പറേഷനുകളിൽ 5 ഇടവും നഷ്ടപ്പെട്ടതിനേക്കാൾ പാർട്ടിക്ക് ഭാവിയിലടക്കം തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് 941 ഗ്രാമപഞ്ചായത്തുകളിൽ 500-ലേറെ പഞ്ചായത്തുകളിലെ പരാജയം. ഇതുവരെ വന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 17,337 വാർഡുകളിൽ 6,568 ഇടത്തെ ഇടതുമുന്നണിക്ക് ജയിക്കാനായുള്ളൂ. 1,300 വാർഡുകൾ ഇക്കുറി കൂടിയിട്ടും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 700 സീറ്റുകൾ കുറച്ചാണ് ജയിച്ചത്. സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന അടിത്തട്ടിലെ പ്രവർത്തകരായിരുന്നു എക്കാലവും CPMൻ്റെ ശക്തി. ഏതു വലിയ രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങളിലും പാർട്ടിയെ ഉറപ്പിച്ചു പിടിച്ചു നിർത്തുന്ന അടിത്തട്ടിലെ പ്രവർത്തകർക്ക് ജനങ്ങളുമായുള്ള ബന്ധത്തിലുണ്ടായ ഇടിവാണ് ഈ പരാജയം അടയാളപ്പെടുത്തുന്നത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7-7 എന്ന തുല്യനില പാലിക്കാനായെങ്കിലും ആകെയുള്ള 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 196 ഇടത്തും ജയിച്ചത് UDF ആണ്. ഇടതുമുന്നണി അക്കൗണ്ടിലുള്ളത് 148 മാത്രമാണ്. ഇടതിനൊപ്പം മാത്രം നിന്നിരുന്ന തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിലെ തോൽവിക്ക് പാർട്ടി വലിയ വില ഭാവിയിൽ നൽകേണ്ടി വരും. കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടും തലസ്ഥാന നഗരം BJPക്ക് വിട്ടു നൽകിയെന്ന പഴികൂടി ഇതിൽ കേൾക്കേണ്ടി വരും. രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ നാളെ തിരിച്ചടി ഉണ്ടാക്കുക ഇതാവും. കൊല്ലം ജില്ലയിൽ പൊതുവെ ജയം ആവർത്തിക്കാനായെങ്കിലും കോർപ്പറേഷൻ നഷ്ടമായതും അവിടെ BJPക്ക് 12 സീറ്റിൽ ജയിക്കാനായതും സ്വാഭാവികമായും CPM നേതൃത്വത്തിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തും. ജോസ് കെ മാണിയെ കൂട്ടിയും ക്രൈസ്തവ സഭാ തലവന്മാരെ അനുനയിപ്പിച്ചും മധ്യകേരളം പിടിക്കാമെന്ന കണക്കുകൂട്ടലും ഇക്കുറി പിഴച്ചു. വെൽഫെയർ പാർട്ടി ബന്ധം ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടിലും മുസ്ലിം ലീഗ് വോട്ടിലും ഭിന്നതയുണ്ടാക്കാമെന്ന പ്രതീക്ഷയും അസ്ഥാനത്തായി. എക്കാലവും CPMൻ്റെ നട്ടലായ ഈഴോ വിഭാഗത്തിൽ നിന്നും വലിയ ചോർച്ചയുണ്ടായെന്ന് വേണം കണക്കാക്കാൻ. വെള്ളാപ്പള്ളി നടേശനെതിരെ കടുത്ത ആക്രമണം നടത്തിയ ഘട്ടങ്ങളിൽ പോലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച വിഭാഗത്തിൻ്റെ വോട്ടുകളിലാണ് ഈ മാറ്റം ഉണ്ടായത്. മതേതര മനസ്സിൽ വെറുപ്പ് കോരിയിട്ട വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിച്ചത് പാർട്ടിക്ക് ഗുണമായോ ദോഷമായോ എന്നതിലും ഇനി ചർച്ച വേണ്ടിവരും. ഇനി UDFിലേക്ക് വന്നാൽ 10 വർഷമായി ഭരണത്തിന് പുറത്തു നിൽക്കുന്ന UDFന് ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർവ്വ മേഖലയിലും കഴിഞ്ഞ തവണ ഇടതുമുന്നണി നേടിയ സർവാധിപത്യം പക്ഷേ ഇക്കുറി UDFന് നേടാനായില്ല എന്ന യാഥാർത്ഥ്യം കൂടി ഒപ്പമുണ്ട്. UDF ജയത്തിൽ ഒന്നാമത്തെ ക്രെഡിറ്റ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് VD സതീശന് തന്നെയാണ്. മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കാനും പരമാവധി പേരെ ഒപ്പം നിർത്താനും പതിവ് വിട്ട് മുന്നൊരുക്കം നടത്താനും സതീശനായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ കേരളത്തിലെ 3 മുന്നണികളുടെയും ഇത്തരം വിഷയങ്ങളിലുള്ള പതിവ് രീതികളാകെ വിട്ട് കടുത്ത നടപടികളിലേക്ക് പോയ ഉറച്ച നിലപാടിനുള്ള അംഗീകാരം കൂടിയായി വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം. മത സമുദായ നേതാക്കളിൽ പ്രബലരെന്ന് കരുതുന്ന പലരും കടുത്ത സതീശൻ വിരുദ്ധരാണ്. അവരൊക്കെ പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആ വിഭാഗങ്ങൾ പെടുന്നവരെ കോൺഗ്രസിനൊപ്പം നിർത്താനായി എന്നത് ചെറുതല്ലാത്ത നേട്ടമാണ്.
മധ്യകേരളത്തിലെയും ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെയും കോൺഗ്രസ് സ്വാധീനം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ കൂടിയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണി മാറ്റത്തിന് പോലും പ്രേരിപ്പിക്കുന്നതാണ് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ UDF തിരിച്ചുപിടിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ ലീഗ് ശക്തി കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല ഇത്തവണത്തെ UDF ജയം എന്നതുകൂടി ഓർക്കണം. പ്രതീക്ഷിക്കപ്പെട്ട വലിയ മുന്നേറ്റം സാധ്യമായില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയം ഒന്നുകൊണ്ട് മാത്രം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും ഈ ജയം ആഘോഷിക്കാൻ വക നൽകുന്നതാണ്. BJPയെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് തിരുവനന്തപുരം ജയം. ഗ്രാമ, ബ്ലോക്ക്, മുനിസിപ്പൽ വാർഡുകളിൽ കഴിഞ്ഞ തവണത്തെ എണ്ണം കൂട്ടാൻ BJPക്കായിട്ടുണ്ട്. വലിയ കുതിച്ചാട്ടമല്ലെങ്കിലും എണ്ണത്തിൻ്റെ കണക്കിൽ അവരിന് വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കുള്ളിലെ തൻ്റെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന ഒരു മറുപടി കൂടിയാണ് ഇത്തവണത്തെ ജയം. കൊല്ലത്തും തിരുവനന്തപുരത്തും ആലപ്പുഴയിലും അടക്കം ഇടതു ശക്തി കേന്ദ്രങ്ങളിൽ നേടിയ മുന്നേറ്റം BJPക്ക് ആത്മവിശ്വാസം പകരുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ വോട്ടായി കണക്കാക്കാവുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ്. 346 ജില്ലാ പഞ്ചായത്ത് വാർഡുകളാണ് ആകെയുള്ളത്. അതിൽ കാസർഗോഡ് ബദിയടുക്കയിൽ മാത്രമാണ് താമര വിരിയിക്കാനായത്. 346-ൽ ഒറ്റ സീറ്റിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 അക്ക വിജയം നേടുക എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശവും വലിയൊരു വിഭാഗം അണികളുടെയും പ്രതീക്ഷയിലുമൊക്കെ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ജില്ലാ പഞ്ചായത്തിലെ ഈ പ്രകടനം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വലിയ മുന്നൊരുക്കം വേണമെന്ന് 3 മുന്നണികളെയും ഒരേപോലെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഇത്ര വലിയ തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ കാരണങ്ങൾക്കപ്പുറം തിരുവനന്തപുരത്തെ തോൽവിക്ക് മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. എന്തുകൊണ്ട്, എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു? BJP അവരുടെ ചരിത്ര വിജയം എങ്ങനെ, എന്തുകൊണ്ട് സ്വന്തമാക്കി? ഇത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ CPMനും ഇടതുമുന്നണിക്കുമുണ്ടായ തിരിച്ചടിക്ക് നിരവധി കാരണങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാരണങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ടാവുന്ന കാരണങ്ങളാണ്, ചിലതാവട്ടെ പ്രാദേശികമായി രൂപപ്പെടുന്നതുമാണ്. അവരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തവുമാണ്. ഇതേ കാരണങ്ങൾ തന്നെ തിരുവനന്തപുരത്തും പ്രകടമായിട്ടുണ്ട് എന്നതാണ് ചിത്രം. നമുക്ക് ആദ്യം സംസ്ഥാന കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിലയിരുത്തൽ, അതായത് ഭരണവിരുദ്ധ വികാരം, അത് സ്വാഭാവികമായും തിരുവനന്തപുരത്തെ നഗരവാസികളെ സ്വാധീനിച്ചിട്ടുണ്ട്, അത് പ്രകടമായിട്ടുണ്ട്. മറ്റൊന്ന്, സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെട്ട ശബരിമല വിഷയം, ശബരിമലയിലെ സ്വർണ്ണമോഷണ വിഷയം, അത് പ്രതിപക്ഷ രംഗത്തുള്ള കോൺഗ്രസും UDFും BJPയും ഒരുപോലെ ഉന്നയിച്ചതാണ്. ഇത് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഏറെ ബാധിച്ചിട്ടുണ്ടാവാം, സ്വാധീനിച്ചിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് അത് നിർണായകമാവാം. പക്ഷേ അതിനുമപ്പുറം തിരുവനന്തപുരം നഗരസഭാ ഭരണം കൈവിട്ടതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഇതിലും മോശം രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPMന് ഭരണം കിട്ടിയ ഇടമാണ് തിരുവനന്തപുരം നഗരസഭ, അല്ലെങ്കിൽ നിലനിർത്തി പോന്നിരുന്ന ഇടമാണ് തിരുവനന്തപുരം നഗരസഭ. അവിടെ ഇത്ര വലിയൊരു തകർച്ച എങ്ങനെ ഉണ്ടായെന്ന ചോദ്യമാണ്. അതിന് നിരവധി കാരണങ്ങൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാം. ഒന്ന്, നഗരസഭയിൽ തുടർച്ചയായി ഭരണത്തിലിരുന്ന ഇടത് ഭരണസമിതിക്കെതിരായ വികാരമാണ്. അതിന് ഒരു ഉത്തരവാദി നിലവിലുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ കൂടിയാണ്. അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം ആര്യ രാജേന്ദ്രനെ വലിയ സാധ്യതകളും വലിയ നേട്ടങ്ങളുമായിട്ടാണ് ഇടതുമുന്നണി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സംസ്ഥാനത്തെ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നതായിരുന്നു ആ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ രാഷ്ട്രീയ തീരുമാനം പിഴച്ചുപോയോ എന്നതാണ് പിന്നീടുണ്ടായ ചില സംശയങ്ങൾ. അനാവശ്യമായ പല വിവാദങ്ങളും ഉണ്ടായി. മേയർ ചെന്ന് ചാടുന്നു, മേയറുടെ പക്വതക്കുറവ്, മേയറുടെ ഓഫീസിൻ്റെ ഇടപെടലുകൾ, ഏറ്റവും ഒടുവിൽ KSRTC ബസ് തടഞ്ഞ് വിവാദത്തിലടക്കം അത് പൊതുവിൽ മുന്നണിക്കും ഭരണത്തിനുമെതിരായ ഒരു പ്രതിഫലനം കൂടിയായി മാറി എന്നതാണ് സാഹചര്യം. അങ്ങനെ ഘടകങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ മേയർ എന്ന വിവാദ കേന്ദ്രം ഭരണസമിതിക്ക് പൊതുവിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരൊന്ന് സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രഖ്യാപനം, ആ പദ്ധതിയുടെ വൈകൽ വലിയധികം പ്രതിസന്ധി ഉണ്ടായി. നഗരസഭയിലെ റോഡുകളും മറ്റും ജനങ്ങളുമായി അടുത്ത് അവർക്ക് വീടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി ദീർഘനാളുകളുണ്ടായി. റോഡുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. റോഡ് ഗതാഗതം അങ്ങേറ്റം തകരാറിലായ അവസ്ഥയുണ്ടായി. അത് മഴക്കാലം കൂടെ വരുമ്പോൾ അങ്ങേറ്റത്തെ ഗതികേടായിരുന്നു. അങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ വൈകൽ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ആ പദ്ധതി വേഗത്തിലൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിച്ചുവെങ്കിൽ കൂടിയും ജനങ്ങളുടെ
തീരുമാനം അല്ലെങ്കിൽ ജനങ്ങളെ ഭരണസമിതിക്ക് എതിരാക്കാൻ ഒരു മുഖ്യ ഘടകമായി അത് മാറിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ട മാലിന്യ പ്രശ്നം, തിരുവനന്തപുരത്തെ ആ മാലിന്യ പ്രശ്നം അത് അതേ രീതിയിൽ തന്നെ തുടർന്നു. അനാവശ്യമായി ഭരണസമിതിയിലുണ്ടായ ചില വിവാദങ്ങളുണ്ട്, അതും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായ തെരുവുനായ ശൈല്യം പോലെ എല്ലായിടങ്ങളെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങളും അവിടെ ഘടകമായിട്ടുണ്ട്. മറ്റൊന്ന്, തുടർച്ചയായി ഭരിക്കുന്നത് കൊണ്ടാവാം CPM-നകത്തുണ്ടായിരുന്ന റിഫ്റ്റ്, ചേരി പ്രശ്നങ്ങൾ, അവിടുത്തെ തർക്ക വിഷയങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി തിരുവനന്തപുരത്ത് പ്രതിഫലിച്ച കാരണങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ CPM-നകത്ത് കോട്ടയം, തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുണ്ടായിരുന്ന ആ പ്രതിസന്ധികൾ കോർപ്പറേഷൻ ഭരണത്തെയും വെല്ലുവിളിയിലും പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഇത്തവണ വിമത സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ CPM-ലൊന്നും അത്ര പരിചിതമല്ല, അങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തും തലപൊക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുമപ്പുറം കണക്കെടുക്കുമ്പോൾ ചിലയിടങ്ങളിൽ പാർട്ടി വോട്ടുകൾ മറുചെരിയിലേക്ക് പോകാൻ ചില ബോധപൂർവ നീക്കങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടായി എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം പാളയത്തിലെ പട തന്നെ CPM-ന് ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ പൊതുവിലൊരു വികാരം ഉണ്ടാവേണ്ടതാണ്. ആ വികാരം അവിടെയും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നതാണ് തോൽവിക്ക് കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത് CPM-ന് എതിരായി പോയ CPM സ്വയം വരുത്തി വെച്ച ചില ഇടതുമുന്നണി സ്വയം വരുത്തി വെച്ച ചില പ്രശ്നങ്ങളാണ്. പക്ഷേ തോൽവിയിലേക്ക് നയിച്ച മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളിലൊന്ന്, തുടർച്ചയായി കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി BJP-യാണ് പ്രധാന പ്രതിപക്ഷമായി രംഗത്തുള്ളത്. BJP ഇത്തവണ ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറഞ്ഞ് അവർ നടത്തിയ ചില മുന്നൊരുക്കങ്ങൾ അത് സ്വാഭാവികമായും വെല്ലുവിളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗര വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിലുള്ള BJP സർക്കാർ അതിന് സമാനമായ ചില പദ്ധതികൾ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. വിഴിഞ്ഞമടക്കമുള്ള പദ്ധതികൾ വന്നതോടുകൂടി ഇനി തലസ്ഥാന വികസനം സാധ്യമാകണമെങ്കിൽ BJP വരണമെന്ന പ്രചരണം അതൊരു പക്ഷേ വോട്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ടാവാം. തോൽവിയിലെ മറ്റൊരു കാരണമായി നമുക്ക് പരിശോധിക്കാനാവുന്നത് അതാണ്. മറ്റൊന്ന്, രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതിയ നേതൃത്വമാണ്. രാജീവ് ചന്ദ്രശേഖരൻ BJP അധ്യക്ഷനായി വന്നതോടുകൂടി വികസനം എന്ന പൊതു അജണ്ട, BJP-യുടെ പതിവ് അജണ്ടകൾക്ക് വ്യത്യസ്തമായി വികസനം എന്നൊരു അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ തലസ്ഥാനവാസികളെ കൂടുതൽ ആകർഷിക്കാൻ ഒരുപക്ഷെ അത് കാരണമായിട്ടുണ്ടാവാം. ജെൻസി വോട്ടുകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ നഗര വോട്ടുകളെ അത് സ്വാധീനിച്ചിരിക്കാം. നഗരത്തിൽ കൂടുതലായും മറ്റു ജില്ലകളിൽ നിന്നും മറ്റും ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം ചില മുദ്രാവാക്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കാം. മുൻ DGP ശ്രീലേഖയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറമായ ചില പരീക്ഷണങ്ങളും നീക്കങ്ങളും BJP-യാണ് മികച്ചത് എന്ന് തോന്നലുണ്ടാക്കാൻ ഒരു പക്ഷേ കാരണമായിരിക്കാം. അത് BJP-ക്ക് നേട്ടമുണ്ടാക്കാനും ഫലത്തിൽ ഇടതുമുന്നണിയുടെ നഷ്ടമാവാനും കാരണമായിരിക്കാം എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. മറ്റൊന്ന് നമുക്ക് പരിശോധിക്കാനാവുന്നത് കോൺഗ്രസിൻ്റെ കടന്നുവരവാണ്. യഥാർത്ഥത്തിൽ മുഖ്യമായും പരിശോധിക്കേണ്ട ഒരു കാരണവും കോൺഗ്രസിൻ്റെ കടന്നുവരവെയാണ്. കോൺഗ്രസ് ദുർബലമായപ്പോൾ അവിടെ BJP-യുടെ വളർച്ചയുണ്ടായി. ഇതാണ് CPM-ഉം ഇടതുമുന്നണിയും പൊതുവിൽ ന്യായീകരിച്ചിരുന്നത് സാഹചര്യം. ഇത്തവണ കോൺഗ്രസ് തിരിച്ചു വരാൻ പരിശ്രമിച്ചപ്പോൾ അത് BJP-യുടെ നഷ്ടമാവും എന്ന് തന്നെയാണ് ഈ കണക്കുകൂട്ടലുണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ സംഭവിച്ചിരിക്കുന്നതല്ല. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് UDF-ൻ്റെ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു. അവർ 10 സീറ്റിൽ നിന്നും 19 സീറ്റിലേക്കുള്ള വളർച്ച സാധ്യമാക്കി. പക്ഷേ അവർ പിടിച്ചെടുത്ത പല സീറ്റുകളും CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ സീറ്റുകളായിരുന്നു എന്നാണ് സാഹചര്യം. അതായത് ഫലത്തിൽ അത് കോൺഗ്രസിൻ്റെ വളർച്ച ഇടതുമുന്നണിയുടെ നഷ്ടമായി മാറി എന്നതാണ്. നമുക്ക് ചില മണ്ഡലങ്ങൾ തന്നെ ഉദാഹരണമായിട്ട് പറയാം. മുട്ടടയിൽ, കുന്നുകുഴിയിൽ, പാളയത്ത്, ഒപ്പം തന്നെ നന്ദൻകോട്, ഇങ്ങനെ ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കിയ പുതിയ സീറ്റുകൾ, പുതിയ വാർഡുകൾ അത് CPM-ൻ്റെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. സ്വാഭാവികമായും അത് CPM-ൻ്റെ നഷ്ടമായി BJP-യുടെ നേട്ടമായി മാറി എന്നതാണ് രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ കാണുമ്പോൾ. അതായത് രാഷ്ട്രീയ തന്ത്രം പിഴച്ചതിൻ്റെ ഒരു കാരണം കൂടി ഈ തോൽവിക്ക് കാരണമായി നമുക്ക് കാണാൻ കഴിയും. മറ്റ് വിശ്വാസ വിഷയങ്ങളെല്ലാം ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. പൊതുവിൽ CPM-ന് എന്തുകൊണ്ട് ഭരണം നഷ്ടമായി എന്ന ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ചില കാരണങ്ങൾ കൂടി കാണാതെ പോകാനാവില്ല. തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ സംഘർഷം. വിവിധയിടങ്ങളിൽ CPM BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. തൃക്കണ്ണാപുരം വാർഡിൽ BJP ഓഫീസ് CPM അടിച്ചു തകർത്തുവെന്ന് BJP ആരോപിച്ചു. എന്നാൽ ആരോപണം CPM നിഷേധിച്ചു. CPM പ്രവർത്തകരെയാണ് BJP ആക്രമിക്കാൻ ശ്രമിച്ചതെന്നാണ് CPM-ന്റെ ആരോപണം. കഴിഞ്ഞ തവണ അഭിമാന വിജയം നേടിയ പന്തളം നഗരസഭ നഷ്ടമായത് BJP-ക്ക് കനത്ത തിരിച്ചടിയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം അടക്കം വിഷയമായിട്ടും തെരഞ്ഞെടുപ്പിൽ NDA 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 34-ൽ 14 സീറ്റുകൾ നേടി LDF ഇവിടെ മുമ്പിലെത്തിയപ്പോൾ
NDAയുടെ 18 സീറ്റുകൾ ഇത്തവണ പകുതിയായി കുറഞ്ഞു. റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ ശബരിമല വാർഡിലും BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമലയിലെ സ്വർണ്ണമോഷണം പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടാനിരിക്കുന്ന BJPയെ പ്രതിരോധിക്കാൻ LDFന് കിട്ടിയ പിടിവള്ളിയാണ് പന്തളത്തെ ഈ നേട്ടം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും അഭിമാനാർഹമായ വിജയം നേടിയ സ്ഥലമായിരുന്നു പന്തളം നഗരസഭ. തെക്കൻ കേരളത്തിൽ അന്ന് BJP അധികാരത്തിലേറിയ ഏക നഗരസഭ. ശബരിമല സ്ത്രീ പ്രവേശന വിഷയമായിരുന്നു പന്തളത്തെ കാവ് പുതപ്പിക്കാൻ BJPക്ക് തുണയായത്. സ്ത്രീ പ്രവേശനത്തിനെതിരെ നാമജപ ഘോഷയാത്രയുമായി തെരുവിലിറങ്ങിയ വീട്ടമ്മമാരടക്കമുള്ളവർ താമരയ്ക്ക് വോട്ടുകുത്തി. പന്തളത്തെ ആ മിന്നുന്ന വിജയം പാർട്ടി നേതാക്കൾ അന്നേറെ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ 5 വർഷത്തിനിപ്പുറം പന്തളത്തെ വോട്ടർമാർ NDAയെ കൈവിട്ടത് എന്താണ്? പന്തളത്തെ ഈ പരാജയം BJP ചോദിച്ചു വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ പറയാം. 18 സീറ്റുകളിൽ വിജയിച്ചാണ് 2020 NDA പന്തളത്ത് ഭരണം പിടിച്ചത്. LDF 9 സീറ്റിലും UDF 5 സീറ്റിലും ഒതുങ്ങി. എന്നാൽ അധികാരത്തിലെത്തിയ വോട്ടർമാരെ കൊഞ്ഞനം കുത്തുന്ന തരത്തിലായിരുന്നു ഏറിയ കാലവും നഗരസഭാ ഭരണം. പാർട്ടിയിലെ പടലപ്പിണക്കം നഗരസഭാ ഭരണത്തിലും പലവട്ടം പ്രതിഫലിച്ചു. വിമത ശല്യം മൂലം ഭരണം നഷ്ടപ്പെട്ടേക്കുമെന്ന അവസ്ഥ വരെ ഉണ്ടായി. ആദ്യം നഗരസഭാ ചെയർപേഴ്സണായിരുന്ന സുശീല സന്തോഷ്, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ U രമ്യ എന്നിവർക്കെതിരെ BJPയിലെ വിമതന്റെ സഹായത്തോടെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ഇത് ചർച്ചയ്ക്കെടുക്കുന്നതിന് തലേ ദിവസം ഇരുവരും രാജിവെച്ചു. എന്നാൽ വീണ്ടും നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വിമർശനം ഉയർത്തിയവരെയും സ്വതന്ത്രനെയും ഒപ്പം നിർത്തി ഭരണം നിലനിർത്താൻ NDAയ്ക്ക് കഴിഞ്ഞു. അച്ഛൻ കുഞ്ഞു ജോണാണ് നഗരസഭാ അധ്യക്ഷനായത്. തദ്ദേശ ഭരണ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി നഗരസഭാ കൗൺസിൽ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി തന്നെ സർക്കാരിനെ സമീപിക്കുന്ന അപൂർവ നടപടിക്കും BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ വിധേയമായിരുന്നു. 2021-22 ബജറ്റ് യഥാസമയം പാസാക്കിയില്ലെന്നും വ്യാജമായിരുന്നെന്നും ചൂണ്ടിക്കാട്ടി അന്ന് സെക്രട്ടറിയായിരുന്ന S ജയകുമാറാണ് സർക്കാരിനെ സമീപിച്ചത്. ഇതിൽ ആദ്യ നടപടിയായി സർക്കാർ നഗരസഭയുടെ അഭിപ്രായം തേടിയപ്പോൾ 19 കൗൺസിലർമാർ കൗൺസിൽ പിരിച്ചുവിടരുതെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഇക്കാര്യത്തിൽ നടപടികളൊന്നും ഉണ്ടായില്ല. അധ്യക്ഷയും കൗൺസിലറും തമ്മിലുണ്ടായ തർക്കത്തിന്റെ വീഡിയോ പുറത്തായതും കൗൺസിലർക്കെതിരായ കൈക്കൂലി ആരോപണവുമടക്കം വിവാദങ്ങൾ നിറഞ്ഞ 5 വർഷമാണ് BJP ഭരണസമിതി പൂർത്തിയാക്കിയത്. ഉജ്ജ്വല ജയം നേടിയിട്ടും ഭരണനഷ്ടമുണ്ടാവുകയെന്ന പ്രതിസന്ധി അന്ന് മറികടക്കാനായെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ച നിലനിർത്താനാകാത്തത് അവർക്ക് കനത്ത തിരിച്ചടിയായി. പന്തളം നഗരസഭയിൽ 14 സീറ്റുകളിലാണ് ഇത്തവണ LDFന്റെ ജയം. 11 സീറ്റുകളിൽ UDF സ്ഥാനാർത്ഥികളും ജയിച്ചു. NDA ഇത്തവണ 9 സീറ്റുകളിൽ. പന്തളത്ത് ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന മുന്നണിയാകാനായത് സംസ്ഥാന തലത്തിൽ കനത്ത തിരിച്ചടിയേറ്റ ഇടതുപക്ഷത്തിന് പറഞ്ഞു നിൽക്കാനുള്ള പിടിവള്ളിയാണ്. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിവാദങ്ങൾ പന്തളത്ത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. വിഷയം NDA ഏറെ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എന്നാൽ ഇത് വോട്ടാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്ന് വേണം തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിലയിരുത്താൻ. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ ശബരിമല വാർഡിലും LDF അപ്രതീക്ഷിത വിജയം നേടി. BJPയുടെ സിറ്റിംഗ് വാർഡായിരുന്നു ശബരിമല. എന്നാൽ ഇക്കുറി BJP സ്ഥാനാർത്ഥി ഇവിടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. LDF UDF സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചതോടെ ടോസ് ചെയ്താണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിച്ചത്. CPMന്റെ PS ഉത്തമനും കോൺഗ്രസിന്റെ അമ്പിളി സുജസിനും 268 വോട്ട് വീതം ലഭിച്ചതിനെ തുടർന്നാണ് ടോസ് വേണ്ടി വന്നത്. BJP സ്ഥാനാർത്ഥി രാജേഷിന് ലഭിച്ചതാകട്ടെ 232 വോട്ടുകൾ മാത്രമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രചാരണ വിഷയങ്ങളാകുമെന്ന് ഉറപ്പാണ്. അതിനെ ഇടതുപക്ഷം പ്രതിരോധിക്കുക പന്തളത്തെ വിജയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുകൂടിയാകും. കൊച്ചി കോർപ്പറേഷനിൽ റിബലുകൾ കോൺഗ്രസിന് കാര്യമായ ഭീഷണിയായില്ല. 13 വിമതരിൽ ചുള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ജയിച്ച സിറ്റിംഗ് കൗൺസിലർ കൂടിയായ ബാസ്റ്റിൻ ബാബു മാത്രമാണ് ജയിച്ചത്. താൻ ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബാസ്റ്റിൻ. കൊച്ചി കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറക്കുമ്പോൾ UDFന് ഏറ്റവും വലിയ തലവേദനയുണ്ടായിരുന്ന UDF റിബലുകളെ ഉണ്ടായിരുന്നു. 13 പേരോളം റിബലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ മികച്ച വിജയം UDF കോൺഗ്രസ് ഇവിടെ നേടിയിരിക്കുന്നു. കോൺഗ്രസ് റിബലുകൾ എന്ന് അടയാളപ്പെടുത്തിയ ഒരാൾ മാത്രമാണ് ജയിച്ചത്. അത് സിറ്റിംഗ് കൗൺസിലറായ ബാസ്റ്റിൻ ബാബുവാണ്. മറ്റെല്ലാവരും തന്നെ പരാജയപ്പെട്ടു. ബാസ്റ്റിൻ വിജയിച്ചു. എന്തായിരുന്നു ബാസ്റ്റിൻ അതിൽ വിജയിക്കാനുള്ള ഒരു പ്രധാന കാരണം? മറ്റൊന്നുമല്ല, നമ്മളെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തി അതിനൊരു അംഗീകാരം തന്നെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിച്ചത്. ഞാൻ കൗൺസിലറിന്റെ തൊട്ടടുത്ത ഡിവിഷനിലാണ് മത്സരിച്ചത്. അപ്പോൾ അവരെല്ലാവരും നോക്കിക്കാണും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം 5 വർഷക്കാലം അവർ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ഇവിടെ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരം ജനങ്ങൾ തന്നു എന്നുള്ളതാണ്. അതിൽ വേറെ ഒന്നും ഞാനൊരു റിബലാണെന്നോ അല്ലെങ്കിൽ ഞാനൊരു മത്സരിച്ചെന്നോ അങ്ങനെയൊന്നുമല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ ജന്മം കൊണ്ടും കോൺഗ്രസ്സുകാരനാണ്, കർമ്മം കൊണ്ടും കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ചെറിയൊരു വീഴ്ച
അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ചൂണ്ടിക്കാണിച്ചിട്ടും അതിനൊരു തീരുമാനം എടുത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ജനപിന്തുണ, എനിക്ക് ജനങ്ങളോടുള്ളൊരു വിശ്വാസം, അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസം കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ മത്സരിച്ചതാണ്. അത് ജനം തെളിയിച്ചു. മികച്ച ഭൂരിപക്ഷത്തോടുകൂടി 618 വോട്ടിലെ ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങളെ, ഞാൻ ആരെയും തോപ്പിച്ചിട്ടില്ല, ജനങ്ങളാണ് വിധിയെഴുതിയത്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ചവറ് സംഭരണ കേന്ദ്രമൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി അവിടെ ടർഫ് കൊണ്ടുവന്നു. മറ്റേ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മോഡൽ റോഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സ്മാർട്ട് റോഡ് 35 ലക്ഷത്തോളം രൂപ. ഈ നവീകരണ കാര്യങ്ങളും എല്ലാം കൊണ്ട് അത് അടുത്ത വാർഡും അവരെ ഇഷ്ടപ്പെട്ടുകൊണ്ടൊന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് അന്ന് കണ്ടപ്പോൾ തോന്നുന്നത്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അന്ന് വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നല്ലോ. കാരണം ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നിറച്ച് വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വാർഡാണ്. അപ്പോൾ അവരും ആഗ്രഹിക്കുന്നത് ഇതേപോലെ ഒരു മാറ്റമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആ വാർഡുകാർ മാത്രമല്ല, കൊച്ചിയിലെ എല്ലാ വാർഡിലുള്ളവരും ഇതേപോലത്തെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നവരാണ്. ഒരു സംശയമില്ല. കാരണം നമ്മൾ ചെയ്യാം. കാരണം ഇതിലും മികച്ചതാക്കാനേ ഞാൻ ശ്രമിക്കുള്ളൂ. ഞാൻ അതിൽ നിന്നൊരു പടി താഴേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം ഇതിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ എന്താ പരിപാടി? കാരണം വെച്ചാൽ ഇപ്പോൾ UDF ഒരു വ്യക്തമായ മെജോറിറ്റി ഉണ്ട്, കോൺഗ്രസിനുണ്ട്. എങ്കിലും പിന്തുണ മനസ്സുകൊണ്ടും ഇതെല്ലാം കൊണ്ട് UDFിനൊപ്പം തന്നെ. ഞാനതാണ് ആദ്യമേ പറഞ്ഞത്. ഞാൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും എല്ലാം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പൊ എന്നാ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതായിട്ടൊരു കത്തൊക്കെ എനിക്ക് ലഭിച്ചു. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആര് പുറത്താക്കിയാലും ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അത് അടിയുറച്ച് കോൺഗ്രസിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നിരുന്നാലും ഞാൻ വലതുവശത്ത് ഉണ്ടാകും. ഒരു സംശയം, ഒരു ദേഷ്യം, ഒരു വിരോധമില്ല. ആരോടും വിരോധമൊന്നുമില്ല. കാരണം അന്ന് പറ്റിയൊരു അപാകത ചൂണ്ടിക്കാണിച്ചു, അത്രേ ഉള്ളൂ. അതിപ്പോ ജനങ്ങൾ തെളിയിച്ചു, അത്രേ ഉള്ളൂ. ഞാനത് ചൂണ്ടിക്കാണിച്ച് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് ശരിയാണെന്ന് തെളിയിച്ചത് ജനങ്ങളാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിച്ചത് ജനങ്ങളാണ്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോൾ റിബലുകളുടെ കൊച്ചി എന്നായിരുന്നു ഇവിടെ അടയാളപ്പെടുത്തിയിരുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെ റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു. അത് കോൺഗ്രസിന് തന്നെ അവരുടെ അന്തകരായിട്ട് തന്നെ മാറും എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോൾ UDF നല്ല മെജോറിറ്റിയിൽ തന്നെ ജയിച്ചിരിക്കുന്നു. കോൺഗ്രസ് മികച്ച വിജയം നേടിയിരിക്കുന്നു. റിബലായി മത്സരിച്ച ഏകയാള് വിജയിച്ചത് ബാസ്റ്റിൻ ബാബുവാണ്. തന്റെ നിലപാടും വ്യക്തമാക്കുന്നു. റിബലാണെങ്കിലും മനസ്സ് UDFിനൊപ്പം തന്നെയാണ്, കോൺഗ്രസിനൊപ്പം തന്നെയാണ്. അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. പോലീസ് അന്വേഷിക്കുന്ന പ്രതി ഒളിവിലിരുന്ന് ജയിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സമരസമിതി ചെയർമാൻ സൈനുൽ അബദീൻ എന്ന ബാബു കുടുക്കിലാണ് ജയിച്ചത്. വിവാദമായ ഫ്രഷ് കട്ട് സമരത്തെ തുടർന്ന് 2 കേസുകളിൽ പ്രതിയായ ഇദ്ദേഹത്തിന് പ്രചരണത്തിനിറങ്ങാനോ വോട്ട് ചെയ്യാനോ പോലും സാധിച്ചിരുന്നില്ല. താമരശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ബാബു വിജയിച്ചത് 225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാതെ ഒളിവിലിരുന്ന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അങ്ങനെ മിന്നുന്ന ജയം നേടിയ ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ. കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന് എതിരായ സമരസമിതിയുടെ ചെയർമാൻ സൈനുൽ ആബിദീൻ എന്ന ബാബു കുടുക്കിൽ. താമരശ്ശേരി പഞ്ചായത്ത് 11ാം വാർഡായ കരിങ്ങമണ്ണയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു വിജയിച്ചത് 225 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. ഫ്രഷ് കട്ട് പ്ലാന്റിലേക്ക് അതിക്രമിച്ച് കയറി അക്രമം നടത്തിയെന്നാരോപിച്ച് സെപ്റ്റംബർ 21-ന് താമരശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് ബാബു കുടുക്കിൽ. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെയാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് മാറി നിന്നത്. അതിനു പിന്നാലെ ഒക്ടോബർ 21-ന് നടന്ന ഫ്രഷ് കട്ട് സംഘർഷത്തിലും ബാബു പ്രതിയേർക്കപ്പെട്ടു. പ്ലാന്റിൽ അതിക്രമിച്ച് കയറി തൊഴിലാളികളെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പേരിലായിരുന്നു കേസ്. വിദേശത്തേക്ക് കടന്ന ബാബുവിനായി പോലീസ് ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഏറെ സാഹസികമായിരുന്നു ബാബുവിന്റെ നീക്കങ്ങൾ. ബാബു കുടുക്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നറിഞ്ഞപ്പോൾ തന്നെ നാട്ടിലെത്തിയാലുടൻ പിടികൂടാൻ പോലീസ് ശ്രമം തുടങ്ങി. എന്നാൽ വിദേശത്ത് നിന്ന് നേപ്പാളിൽ വിമാനമിറങ്ങിയ ബാബു റോഡ് മാർഗം ഇന്ത്യയിലെത്തുകയായിരുന്നു. പിന്നീട് ആഭ്യന്തര ഫ്ലൈറ്റിൽ കോഴിക്കോടേക്കും എത്തി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വീണ്ടും ഒളിവിൽ പോയതിനാൽ ഒരു ദിവസം പോലും പ്രചാരണത്തിനിറങ്ങാനായില്ല. ബാബു വോട്ട് ചെയ്യാൻ എത്തുമെന്ന് കരുതി ബൂത്തിലടക്കം പോലീസ് എത്തി. താമരശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുല്ലങ്ങോട് ഇതേ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങിയതും ബാബുവിന് കൂടുതൽ ഭീഷണി ഉയർത്തിയിരുന്നു. എന്നാൽ നാട്ടുകാർ ബാബുവിനൊപ്പം നിന്നു. ഫ്രഷ് കട്ട് വിഷയത്തിൽ ജനങ്ങൾക്കിടയിലുള്ള പിന്തുണ കൂടിയാണ് ബാബുവിന് വോട്ടായി മാറിയത് എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് 18 താമരശ്ശേരി.
മൂവാറ്റുപുഴയിൽ കുഴലപ്പം വിതരണം ചെയ്ത് മാത്യു കുഴൽനാടൻ എം എൽ എ. തെരഞ്ഞെടുപ്പ് വിജയാഘോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായി നഗരത്തിൽ നടത്തിയ പ്രകടനത്തിലാണ് എം എൽ എയുടെ കുഴലപ്പ വിതരണം. മുൻപ് മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ നിരവധി പ്രതിഷേധങ്ങളിൽ ഡിവൈഎഫ്ഐയുടെയും LDFന്റെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തിയപ്പോൾ കുഴലപ്പം വിതരണം ചെയ്തിരുന്നു. കുഴലപ്പം മൂവാറ്റുപുഴയുടെ ദേശീയ ഭക്ഷണമായി ഏറ്റെടുക്കണമെന്നാണ് എം എൽ എയുടെ പരിഹാസ പ്രതികരണം. മൂവാറ്റുപുഴയിൽ ഇപ്പോൾ ഒരു സവിശേഷമായ പലഹാരമാണ് കുഴലപ്പം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് ഏറ്റവും താല്പര്യമുള്ള, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പലഹാരമായി മൂവാറ്റുപുഴയിൽ കൊഴലപ്പം മാറിയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഞങ്ങൾ കൊഴലപ്പം നാട്ടുകാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാണ്. ഇതിനു മുമ്പ് അവരും വിതരണം ചെയ്തിരുന്നു. മൂവാറ്റുപുഴയുടെ ഒരു ദേശീയ പലഹാരമായി കൊഴലപ്പം മാറട്ടെ എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ ഇടതുമുന്നണി. ചൊവ്വാഴ്ച ചേരുന്ന LDF നേതൃയോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. മുന്നണിയുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയ കനത്ത തിരിച്ചടി മറികടക്കാനുള്ള തിരുത്തൽ വേണമെന്ന ആവശ്യം CPI ഉന്നയിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPMന്റെയും CPIയുടെയും നേതൃയോഗങ്ങൾ നാളെ ചേരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗങ്ങളുമാണ് ചേരുന്നത്. മറ്റ് വാർത്തകൾ നോക്കാം. US-ലെ ബ്രൗൺ സർവകലാശാലയിൽ വെടിവെപ്പ്, 2 പേർ കൊല്ലപ്പെട്ടു, 8 പേർക്ക് ഗുരുതര പരിക്ക്. അക്രമിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. പ്രദേശത്ത് പരിശോധന തുടരുന്നു. വിദ്യാർത്ഥികളോടും അധ്യാപകരോടും ജാഗ്രത പാലിക്കാൻ സർവകലാശാല നിർദ്ദേശം നൽകി. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകും. അജയ്, ബ്രൗൺ സർവകലാശാലയിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം? കൂടുതൽ മരണം സംഖ്യ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഭവ്യ, ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 4:30ഓടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത്. ഒരു അക്രമി, ഇതുവരെ അക്രമി ആരാണെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അയാളെ പിടികൂടാനോ സാധിച്ചിട്ടില്ല. കറുത്ത വസ്ത്രം ധരിച്ച ഒരു പുരുഷനാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇയാൾ ഇന്നലെ പ്രാദേശിക സമയം 4:30ഓടുകൂടി ഈ ബ്രൗൺ സർവകലാശാലയിലേക്ക് കടക്കുകയും അവിടെ ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ഫാക്കൽറ്റീസിനും എതിരെ വെടിയുതിർക്കുകയായിരുന്നു. മൊത്തം 2 പേർ ഈ വെടിവെപ്പിൽ മരണപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത്. 8-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അമേരിക്കയിൽ രാത്രി സമയമാണ്. ഇതുവരെയും അക്രമിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇയാൾക്കായിട്ട് തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവകലാശാല, ഈ ബ്രൗൺ സർവകലാശാല അധികൃതർ ഈ കുട്ടികളോടും അതുപോലെ തന്നെ മറ്റ് അവിടെയുള്ള സ്റ്റാഫുകളോടും അതീവ സുരക്ഷ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവരോട് എവിടെയാണോ അവിടെ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ക്ലാസ് മുറിയിലാണെങ്കിൽ അവിടെ തന്നെ വാതിലുകളും ജനലുകളും അടച്ച് ക്ലാസ് മുറിക്കകത്ത് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ മറ്റ് റൂമുകളിലുള്ളവർ അവിടെ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫോണുകൾ സൈലന്റ് മോഡിലാക്കി കയ്യിൽ സൂക്ഷിക്കാനാണ് സർവകലാശാലയിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും അതീവ ഒരു ഗുരുതര അവസ്ഥയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ ജാഗ്രത പാലിക്കണമെന്ന്, അതുപോലെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് X വഴി പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ടവരുടെ ആത്മാവിനായി പ്രാർത്ഥിക്കുന്നു. ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ അമേരിക്കയിൽ മറ്റൊരു സർവകലാശാലയിൽ, ഈ കെൻഡക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഒരു 5 ദിവസം മുൻപാണ് ഒരു വെടിവെയ്പ് ഉണ്ടായത്. അതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ജേക്കബ് ലീ ബാർഡ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സർവകലാശാലയിൽ സമാനമായിട്ടുള്ള രീതിയിലൊരു വെടിവെയ്പ് ഉണ്ടാകുന്നത്. ഇത് അമേരിക്കയിലുള്ള റോഡ് ഐലൻഡിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രൊവിഡൻസിലാണ് ഇത്തരമൊരു ദാരുണമായിട്ടുള്ള സംഭവം ഇന്നലെ അരങ്ങേറിയത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ന് മുംബൈയിലെത്തും. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഛേത്രി എന്നീ പ്രമുഖർ മെസ്സിയെ കാണാനെത്തും. നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ കൊൽക്കത്തയിൽ മെസ്സി പങ്കെടുത്ത പരിപാടിയിലുണ്ടായ പിഴവിൽ മുഖ്യ സംഘാടകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ക്ഷമ ചോദിച്ചു. അജയ് സുധാ ബിജു തന്നെ വിവരങ്ങളുമായി നൽകും. അജയ്, ഇന്നലെ മെസ്സി പങ്കെടുത്ത പരിപാടിയിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മെസ്സി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയ ആരാധകർ ക്ഷുഭിതരായതും പലതും സ്റ്റേഡിയത്തിലേക്ക് അടക്കം വലിച്ചെറിഞ്ഞതും കസേരകളൊക്കെ നശിപ്പിച്ചതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്.
അതുമാത്രമല്ല മെസ്സി പ്രേക്ഷകരുമായി സംവദിക്കുമെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ അവിടുത്തെ സംഘാടകർ പറഞ്ഞത്. പക്ഷേ ഒരു 5 മിനിറ്റ് പോലും തികച്ച് ആ സ്റ്റേഡിയത്തിൽ നിൽക്കാതെ മെസ്സി പോയതാണ് ഇത്തരത്തിൽ അവിടെ എത്തിയ ആളുകളെ ചൊടിപ്പിച്ചെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് എന്തായാലും അദ്ദേഹം വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ പൂർണ്ണമായ ഒരുക്കങ്ങൾ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് ആ ചടങ്ങ് നടക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ എത്തുന്ന മെസ്സി അദ്ദേഹം ആരാധകരുമായി സംവദിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റ് ചില പരിപാടികൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി നിശ്ചയിച്ചിട്ടുള്ളത് അദ്ദേഹം ഈ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ്, ഇത് പ്രോജക്റ്റ് മഹാദേവ ഇനിഷ്യേറ്റീവ് എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. ഗോട്ട് ഫുട്ബോൾ ക്ലിനിക് എന്നാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്ന, ഈ പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഫുട്ബോൾ ക്ലബിൻ്റെ പേര്. ഈ ഫുട്ബോൾ ക്ലബിൽ 30 കുട്ടികളെ പരിശീലിപ്പിക്കും. ഇവരെ ഇനി അടുത്ത് 2034 നടക്കുന്ന ഫിഫ ലോകകപ്പിൽ ഇന്ത്യയെ യോഗ്യമാക്കുക, ഇന്ത്യ ആ മത്സരത്തിലേക്ക് യോഗ്യമാക്കാൻ വേണ്ടി സജ്ജരാക്കുക എന്ന നിലയിൽ 30 കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ഈ പരിപാടിയിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമാണുള്ളത്. ഇവർക്ക് വേണ്ടി ഈ ഒരു പരിപാടി മെസ്സി ഉദ്ഘാടനം ചെയ്യുകയും ഈ കുട്ടികളുമായി മെസ്സി സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. മൊത്തം അരമണിക്കൂറാണ് ഈ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. 15 മിനിറ്റ് ആൺകുട്ടികൾക്കൊപ്പം 15 മിനിറ്റ് പെൺകുട്ടികൾക്കൊപ്പവും മെസ്സി ചെലവഴിക്കും. ഇവർക്കൊപ്പം ഫുട്ബോൾ കളിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് മഹാദേവ ഇനിഷ്യേറ്റീവും അതിന് കീഴിൽ വരുന്ന ഈ ഗോഡ് ഫുട്ബോൾ ക്ലിനിക്. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മെസ്സിയെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും സുനിൽ ഛേത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മെസ്സിയെ സ്വീകരിക്കാനായിട്ട് എത്തുന്നത്. അതുപോലെ തന്നെ ഈ ബോളിവുഡിലുള്ളതും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രമുഖരും ഇന്ന് മുംബൈയിൽ വെച്ച് മെസ്സിയെ കാണും എന്നാണ് വിവരം. ഇന്ന് ഗോട്ട് ഇന്ത്യ ടൂറിൻ്റെ 2ാമത്തെ ദിവസമാണ്. മൊത്തം 3 ദിവസത്തെ പര്യടനമാണ് മെസ്സി ഇന്ത്യയിൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. നാളെ അദ്ദേഹം ഡൽഹിയിലെത്തും. നാളെ ഡൽഹിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ 3 ദിവസത്തെ പരിപാടിയിൽ എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ഒരു പരിപാടിയാണ്. അത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യക്ക് ഒരു നാണക്കേടായി വലിയ ഒരു വാർത്തയായതാണ്. ഇപ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കാരണം നമ്മളത് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. എന്നാലും ഇന്നലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വാർത്തയായ കാര്യമാണ്. കാര്യം ഈ ഒരു 1 മണിക്കൂർ ഈ കൊൽക്കത്തയിലുള്ള സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ മെസ്സി ചെലവഴിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ കേവലം 22 മിനിറ്റ് മാത്രമാണ് ആ സ്റ്റേഡിയത്തിൽ മെസ്സി ഉണ്ടായിരുന്നത്. അതും ഗ്രൗണ്ടിൽ ഇറങ്ങിയത് 5 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ഇതാണ് ആരാധകരെ ചൊടിപ്പിക്കുകയും അവർ ഈ സ്റ്റേഡിയത്തിലേക്ക് കുപ്പിയും പാട്ടയും ഒക്കെ വലിച്ചെറിയുകയും അതുപോലെ തന്നെ ഈ കസേരകൾ തകർക്കുകയും ഒക്കെ ചെയ്ത് അത് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അത് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ ഈ ആരാധകരോട് മെസ്സിയോട് മാപ്പ് ചോദിച്ചു. അതിനുശേഷം 2ാമത്തെ പരിപാടിയായിട്ട് ഇന്നലെ മെസ്സി ഹൈദരാബാദ് എത്തിയിരുന്നു. ഹൈദരാബാദിൽ അവിടുത്തെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു. അവിടെ അത് എന്നാൽ നല്ല രീതിയിൽ തന്നെ നടക്കുകയായിരുന്നു. ഇന്നത്തെ പരിപാടി ഇനി എന്താകുമെന്ന് നമുക്ക് എന്തായാലും നേരിട്ട് തന്നെ കാണാം. 5 മണിക്കാണ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ മെസ്സി എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേള. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് അടക്കം ഡൽഹിയിലെത്തിയ 25ലധികം MLA-മാർ BJP നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂറുള്ളത്. രാകേഷ് വിവരങ്ങളുമായി ചേർന്നു. രാകേഷ്, വിശദാംശങ്ങൾ. ഭവ്യ, കഴിഞ്ഞ 10 മാസമായി രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂരുള്ളത്. കാരണം 2023 മെയ് മാസത്തിലാണ് വംശീയ കലാപം മണിപ്പൂരിൽ ആരംഭിക്കുന്നത്. ഏതാണ്ട് 250ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് 21 മാസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചത്. പാർട്ടിക്കകത്ത് തന്നെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നായിരുന്നു രാജി. ഏതായാലും 2 തവണയായി ഇപ്പോൾ രാഷ്ട്രപതി ഭരണം നീട്ടിയിട്ടുണ്ട്. നിലവിൽ ഫെബ്രുവരി 13 വരെയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഒരു സർക്കാർ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MLA-മാരെ ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുള്ളത് ചർച്ചയ്ക്കായിട്ട്. കാരണം BJP തന്നെ പറയുന്നത് സംസ്ഥാനം സാധാരണ നിലയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു, ആളുകൾക്കിടയിൽ ആശയവിനിമയമൊക്കെ തന്നെ നടക്കുന്നു. ഈ ഘട്ടത്തിൽ അവിടെ സർക്കാർ വരേണ്ടതുണ്ട് എന്നൊരു നിലപാടാണ് BJP ദേശീയ നേതൃത്വത്തിനുള്ളത്. കാരണം 2-3 മാസമായി അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. ദേശീയ ജനറൽ സെക്രട്ടറി BL സന്തോഷും ഒപ്പം തന്നെ സംബിത് പാത്ര വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ BJPയുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹവും ഇംഫാലിലെത്തിയിരുന്നു. MLA-മാരുമായും പാർട്ടി നേതാക്കളുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഏതായാലും ഇപ്പോൾ ഡൽഹിയിൽ നടക്കാൻ പോകുന്നത്. ഇന്നലെ നേതാക്കളൊക്കെ തന്നെ ഇംഫാലിൽ നിന്ന്
ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അതിനു മുൻപ് ബീരൻ സിംഗ് പ്രതികരിച്ച ഒരു ജനകീയ സർക്കാർ വരുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായും BJP അത്തരം ആലോചനകൾ സജീവമായി നടത്തുകയാണ്. ഇനി രാഷ്ട്രപതി ഭരണം നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല. കാരണം MLA-മാരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം അവിടെ ഉണ്ട്. 60 അംഗ നിയമസഭയിൽ 37 MLA-മാരുണ്ട്. സ്വാഭാവികമായും 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് അവിടെ സർക്കാർ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. പക്ഷേ അതിന് വെല്ലുവിളിയാവുക ആര് മുഖ്യമന്ത്രിയാകും തുടങ്ങിയ കാര്യങ്ങളിലാണ്. കാരണം ബീരൻ സിംഗിനെ അംഗീകരിക്കില്ലെന്ന നിലപാട് വലിയ വിഭാഗം MLA-മാർക്കുണ്ട്. അങ്ങനെയെങ്കിൽ ആര് മുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച നടത്തേണ്ടതുണ്ട്. എങ്കിൽ പോലും ഇവിടെ സർക്കാർ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് BJPക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലെ ചർച്ചകൾ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ ട്രാക്ടർ അപകടത്തിൽ പരിക്കേറ്റ 2 പേർ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. 5 തീർത്ഥാടകരെ പോലീസ് സഹായത്തോടെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ തിരിച്ചയച്ചു. അതേസമയം ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ 80,473 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ശബരിമലയിൽ ഇന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? വലിയ ഭക്തജന തിരക്കാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ട്രാക്ടർ കയറി അപകടത്തിൽപ്പെട്ട അയ്യപ്പന്മാരുടെ അവസ്ഥ അതെങ്ങനെയാണ്? അവരുടെ ആരോഗ്യനില തൃപ്തികരമാണല്ലോ അല്ലേ? ഭവ്യ, നിലവിൽ ശബരിമലയിൽ വലിയൊരു തിരക്ക് എന്ന് പറയാൻ കഴിയില്ല. രാവിലെ ഒരു 4 മണി വരെയുള്ളൊരു കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതൊരു 15,000-ഓളം ഭക്തരാണ് രാവിലെ പുലർച്ചെ 4 മണി വരെ മല ചവിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ക്യൂ കോംപ്ലക്സിലടക്കം തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർ, അതായത് ഗുരുതരമായി പരിക്കേറ്റ, അതായത് ഇടുപ്പലിനും പിന്നെ വാരിയലിനും പരിക്കേറ്റ 2 പേർ ഇവിടെ കോന്നി മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. അവർക്ക് കൂടുതൽ വൈദ്യസഹായം ലഭിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അതുകൊണ്ട് അവർ ചികിത്സയിൽ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റുള്ളവർ, അതായത് ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള അയ്യപ്പന്മാരെ, അവർക്ക് നിസ്സാര പരിക്കുകളായിരുന്നു, വലിയ കാര്യമായിട്ടുള്ള പരിക്കുകളില്ലായിരുന്നു. അവരെ കഴിഞ്ഞ ദിവസം തന്നെ 5 പേരെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ സഹായത്തോടെ വാഹനത്തിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലും അവിടെ നിന്ന് നാട്ടിലേക്കും തിരിച്ചയച്ചിരുന്നു. മറ്റുള്ളവർ, അതായത് ഈ ഒരു ചെറിയ കുട്ടിയടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അവരും അധികം വൈകാതെ മടങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 2 പേർ ചികിത്സയിൽ തുടരുകയാണ്. നിലവിൽ ശബരിമലയിലെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പുൽമേട് വഴി, സത്രം പുൽമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ തിരക്ക് വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതൽ ഫോറസ്റ്റ് ജീവനക്കാരും ഒപ്പം തന്നെ പോലീസിന്റെയും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു കാട്ടാന ആക്രമണവും വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, പ്രായമായവർ, മറ്റ് അസുഖങ്ങളുള്ളവരെല്ലാം ഈ ഒരു നിലയ്ക്കൽ പമ്പ റൂട്ട്, അതായത് പരമ്പരാഗത പാത ഉപേക്ഷിച്ച് സുഗമമായി കയറി വരാൻ കഴിയുന്ന വഴി ഉപയോഗിക്കണമെന്ന് പോലീസിന്റെ മറ്റും നിർദ്ദേശമുണ്ട്. കാരണം പലരും ശാരീരിക അസ്വാസ്ഥ്യം, അതായത് ഈ കഠിനമായ മലകയറ്റവും ഒപ്പം അതിനൊപ്പം തന്നെ ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സമയത്ത് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. കൂടെയുള്ളവരും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. ഇപ്പോൾ ശബരിമല തിരക്ക് തുടരുക തന്നെയാണ്. പക്ഷേ പരമാവധി, അതായത് മിനിറ്റിൽ 80-ലധികം ഭക്തരെ 18-ാം പടി ചവിട്ടിക്കൊണ്ട് പരമാവധി ഭക്തരെ സുഗമമായി തൊഴിക്കാനുള്ള ഒരു സൗകര്യം പോലീസും മറ്റ് സേനാ വിഭാഗങ്ങളും ഒരുക്കുന്നുണ്ട്. ഭവ്യ, ശരി. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ദുബായിൽ നടക്കുന്ന 7ാമത് റോൾ ബോൾ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലേക്ക് കേരളത്തിൽ നിന്ന് സെലക്ഷൻ നേടി ആൻ മരിയം നെറ്റോ. കൊല്ലം ക്രിസ്തുരാജ് സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയും കേരളത്തിൽ നിന്ന് സെലക്ഷൻ ലഭിച്ച ഏക വനിതാ താരവുമാണ് ആൻ മരിയം. കൊല്ലം അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം നടത്തിവരുന്നത്. ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് ഓഫീസറായ റീന റാണിയുടെയും അഡ്വഞ്ചർ സ്പോർട്സ് അക്കാദമി കോച്ചായ ടോണി നെറ്റോയുടെയും മകളാണ് ആൻ. ആനിന് എല്ലാവിധ ആശംസകളും. ഇനി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങളിലേക്കാണ്. സ്പെഷ്യൽ ഡേ. ധ്വനി കൃഷ്ണയുടെ 3ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ 12-ാം തീയതി. ആശംസകളുമായി അച്ഛൻ അഭിലാഷ്, ധർമ്മജൻ, അമ്മ പാർവതി അഭിലാഷ് എന്നിവരാണ് കുഞ്ഞിന് ആശംസകൾ നേർന്നപ്പോൾ ധ്വനി കൃഷ്ണയ്ക്ക് എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ. പെരുങ്കടവിള സ്വദേശിയും പഞ്ചവാദ്യ കലാകാരനുമായ അർജുൻ ദാസിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് സഹോദരൻ ഇന്ത്യൻ ആർമി ക്യാപ്റ്റൻ അരുൺ ദാസ് ആണ്. അപ്പോൾ അർജുൻ ദാസിന് വെരി ഹാപ്പി ബർത്ത്ഡേ. തിരുവനന്തപുരം പാങ്ങോട് ശ്രീചിത്ര
നഗറിലെ വിപിൻ കുമാറിന്റെയും സോണിയ രാജിന്റെയും മകൻ വൈഭവ് VSന്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പോൾ വൈഭവ് മോന് എല്ലാവിധ ആശംസകളും. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വൈഭവ്. അഭിജിത്ത് ആൻഡ് വൃന്ദ ദമ്പതികളുടെ 10ാം വിവാഹ വാർഷികമാണ്. ആശംസകൾ അറിയിക്കുന്നത് ആൽഫബറ്റ് ഫ്രണ്ട്സ് കൂട്ടായ്മയാണ്. ഒപ്പം ന്യൂസ് 18ന്റെയും എല്ലാവിധ വിവാഹ ആശംസകളും. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.